ഏട്ടത്തി അത് വാങ്ങിയില്ല. പിന്നെ നമ്മുടെ അമ്മ അത് സമ്മതിക്കുകയില്ല. എന്റെ സഹായമൊന്നും അനുവിന് ആവശ്യമില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നും ഏട്ടൻ അറിയാലോ. ഏട്ടത്തി എന്ത് ചെയ്താലും പറഞ്ഞാലും അതിലൊരു ന്യായം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ തന്നെ പണം ആവശ്യപ്പെട്ട് വേണമെങ്കിൽ ഏട്ടത്തിക്ക് ഏട്ടനെ ബുദ്ധിമുട്ടിക്കായിരുന്നല്ലോ. എന്നിട്ടും അങ്ങനെ നല്ലല്ലോ ചെയ്തത്. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? ദാസാറിന്റെ വീട്ടിൽ വെച്ച് വാക്കാൽ പറഞ്ഞുറപ്പിച്ച കാര്യത്തിന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അത് നല്ല കാര്യമാ. വാക്കിന് യാതൊരു വ്യവസ്ഥയില്ലാത്തവരാ ആ മാഷും മക്കളും. പറയുന്നത് നിമിഷ നേരം കൊണ്ട് മാറ്റി പറയും. അതുകൊണ്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാ. അമ്മ എന്തിനാ ഇപ്പോഴും അവരെ കുറ്റം പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ അമ്മയുടെയും മകന്റെയും സന്തോഷത്തിന് വേണ്ടിയല്ലേ ഏട്ടത്തി ഇവിടുന്ന് പോയത്. ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിടാൻ പാടില്ലേ? അയ്യോ, ഒരു പാവം. നിനക്ക് മാത്രമല്ലേ അവള് പാവമായിട്ടുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എടാ, നീ പറയുന്ന എന്തെങ്കിലും ഗുണം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവള് പണ്ടേ ആ കട ഇന്ദ്രന്റെ പേരിൽ എഴുതി തന്നേനെ. ഇതൊന്നും ചെയ്യാതെ പണം പറ്റാനല്ലേ അവള് നോക്കുന്നത്. ഇവനൊരു പാവമായതുകൊണ്ടാ അവരുടെയൊക്കെ താളത്തെടുത്ത് തുള്ളുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഒന്നും എതിർക്കാത്തത്. അല്ലാതെ ഈ സുശീലെ കഴിവിട്ടോളായിട്ടല്ല. അതവര് വഴിയെ മനസ്സിലാക്കും. അപ്പൊ ഞാൻ കരുതിയത് ശരിയാണ്. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ മിണ്ടാതിരുന്നതല്ലേ? എടാ, നീ നിന്റെ കാര്യം നോക്ക് സത്യ. വെറുതെ ഇവനോട് നിന്ന് സംസാരിച്ച് സമയം കളയാതെ നീ പോയി വേഗം റെഡിയാവാൻ നോക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് ദാസാറിന്റെ വീട്ടിൽ പോണം. ഹർഷയെ വാർഡിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ് രവി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും അവിടെ വേണം.